പ്രിയപ്പെട്ടവരെ, റേമ എന്ന ശുശ്രൂഷയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്കായി നൽകപ്പെടുന്ന വചനം 34-ാം സങ്കീർത്തനം 1-ാം തിരുവചനം. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും, അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിലുണ്ടായിരിക്കും. ഈ പരിശുദ്ധ വചനത്തിലൂടെ ആത്മാവ് നമ്മുടെ ജീവിതത്തോട് എന്താണ് സംസാരിക്കുന്നത്? പല പ്രാവശ്യവും ദൈവവചനത്തിൽ നിന്ന് നമ്മൾ വായിച്ച് ധ്യാനിച്ചിട്ടുള്ള തിരുവചനമാണിത്. സങ്കീർത്തകനായ ദാവീദ് തൻ്റെ ജീവിതത്തിൻ്റെ വിജയ രഹസ്യം നമ്മോട് പങ്കുവയ്ക്കുകയാണ്. ഒരുപാട് പ്രതിസന്ധികളിലൂടെയും കണ്ണുനീരിലൂടെയും കൈപ്പേറിയ ജീവിതത്തിൻ്റെ പലവിധ തകർച്ചകളിലൂടെയും കടന്നു പോകേണ്ടി വന്ന ജീവിതമാണ് ദാവീദിന്റെ ജീവിതം. സ്വന്തം മകൻ പോലും തനിക്കെതിരായി തിരിഞ്ഞ് രാജസ്ഥാനത്ത് തന്നെ പുറത്താക്കുന്ന വളരെ സങ്കടകരമായ അനുഭവങ്ങൾ പ്രവാചക പുസ്തകങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. ഒരുപാട് അപമാനത്തിൻ്റെയും തിരസ്കരണത്തിൻ്റെയും അവഗണനയുടെയും ദുഃഖഭാരം പേറിയവനായിരുന്ന ദാവീദ്, എന്നാൽ ഈ കൊടിയ തകർച്ചകളുടെ നടുവിൽ തൻ്റെ ജീവിതം അത്ഭുതകരമായ വിജയത്തിൻ്റെയും കൃപയുടെയും ജീവിതമായി മാറിയത് എപ്രകാരമാണെന്ന് ഈ പരിശുദ്ധ വചനത്തിലൂടെ സഹോദരങ്ങളെ ദാവീദ് നമ്മെ അറിയിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ നമുക്ക് നൽകുന്ന ദൂതെന്താണ്? കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും, അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരത്തിലുണ്ടായിരിക്കും. ഏതാനും മണിക്കൂറുകളോ ദിനങ്ങളോ അല്ല, കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും, എവരി ഡേ. ഇത് നമ്മുടെ ജീവിതത്തിന്റെ തീരുമാനമാണ്. എന്തെല്ലാം പ്രയാസങ്ങളും തിരക്കുകളും ജീവിതത്തിന്റെ വ്യഗ്രതകളും നമുക്കുണ്ടെങ്കിലും എൻ്റെ സഹോദരങ്ങളെ, ദിനം തോറും ദിനം പ്രതി കർത്താവിനെ പുകഴ്ത്തിക്കൊണ്ട്, നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട്, കർത്താവിനെ ഉയർത്തിക്കൊണ്ടുള്ളൊരു ജീവിതമായി നമ്മുടെ ജീവിതം മാറിയാൽ ആർക്കും നമ്മെ പരാജയപ്പെടുത്താൻ സാധിക്കുകയില്ല. ഒരു ശക്തിക്ക് നമ്മളെ തോൽപ്പിക്കുവാനോ തകർക്കുവാനോ സാധിക്കുകയില്ല. ദൈവം കൂടെ നിന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും, നമ്മിലൂടെ പ്രവർത്തിക്കും. രണ്ടാം ഭാഗം പറയാണ്, ഞാൻ എപ്പോഴും കർത്താവിന്റെ നാമത്തെ സ്തുതിക്കും. അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ തരത്തിലുണ്ടായിരിക്കും. അനുഗ്രഹങ്ങൾ സ്വീകരിക്കുമ്പോൾ മാത്രമല്ല, സൗഖ്യങ്ങളും നമുക്ക് ആവശ്യമായ ഭൗതിക നന്മകളും നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം നൽകുമ്പോൾ മാത്രമല്ല, പരാജയത്തിൻ്റെയും വേദനയുടെയും ദുഃഖത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും കൂടിയ സഹനത്തിൻ്റെയും അതുപോലെ തന്നെ ഉയർച്ചയുടെയും വിജയത്തിൻ്റെയും അഭിവൃദ്ധിയുടെയും നടുവിൽ ഞാൻ എപ്പോഴും എൻ്റെ കർത്താവിനെ സ്തുതിക്കും. സഹോദരങ്ങളെ, സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ, ആ സാഹചര്യത്തിൽ നിന്റെ കർത്താവിനെ സ്തുതിക്കുവാനുള്ള പ്രതിബദ്ധത നിനക്കുണ്ടോ? നിന്റെ ദൈവമായ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനുള്ള സമർപ്പണം നിനക്കുണ്ടോ? ഒരിക്കലും നീ പരാജയമായി മാറില്ല. ഒരു അനുഗ്രഹമായി നീ മാറും, കൃപയായി മാറും. ആത്മാവിന്റെ അഭിഷേകമായി നിന്റെ ജീവിതത്തെ ദൈവം എടുത്തുയർത്തുമെന്ന് ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മ ഉറപ്പ് തരികയാണ്. നമുക്കിത് വിശ്വസിക്കാൻ പറ്റണം. എപ്പോഴും കർത്താവിനെ സ്തുതിക്കുന്നവരാകുക. ദൈവസ്തുതികൾ നമ്മുടെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും. പിറുപിറുപ്പിൻ്റെയും പരാതിയുടെയും പരദൂഷണത്തിൻ്റെയും അതുപോലെ തന്നെ നെഗറ്റീവായ വാക്കുകളല്ല, സ്തുതിയുടെ, ആരാധനയുടെ, കൃപയുടെ, ആനന്ദത്തിന്റെ വാക്കുകൾ പറഞ്ഞ് കർത്താവിനെ സ്തുതിക്കുമ്പോൾ അത്ഭുതകരമായ വിജയം, അസാധാരണമായ കൃപകൾ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒഴുകുന്നു. ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിനെ എപ്പോഴും സ്തുതിക്കുന്നവരായി, ഉയർത്തുന്നവരായി നമുക്ക് മാറാം. അതിനായി ആത്മാവ് നമ്മെ അഭിഷേകം ചെയ്യട്ടെ. ഈ പരിശുദ്ധ വചനത്തിലൂടെ ദിനംതോറും കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. ആമേൻ.